കര വ്യോമ നാവിക സേനയുടെ ചിറകിലേറി ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ലോകത്തിന് മുമ്പിൽ ഒരു വമ്പൻ കുതിപ്പ് വീണ്ടും നടത്തുന്നു. അതായത് ഇന്ത്യ ഏഷ്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ മേജർ പവറായി മാറി എന്നുള്ള ഒരു പ്രഖ്യാപനം വരുന്നു. ഇത് ഇന്ത്യയിൽ നിന്നുള്ള ഏതെങ്കിലും കമ്പനി ഒന്നും പ്രഖ്യാപിക്കുന്നതല്ല. ലോകത്തിലെ തന്നെ വിവിധ രാജ്യങ്ങളുടെ പ്രവർത്തനത്തെ സയൻറ്റിഫിക്കായിട്ട് അനലൈസ് ചെയ്ത് ആ രാജ്യങ്ങൾക്ക് മറ്റു മേഖലകളുമായിട്ടുള്ള ബന്ധത്തെ വിശകലനം ചെയ്ത് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്ന ഒരു തിങ്ക് ടാങ്ക് അല്ലെങ്കിൽ എന്താ പറയുക ഒരു സ്വതന്ത്ര ഏജൻസി ഉണ്ട്. ലോയി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് അതിൻ്റെ പേര്. സിഡ്നി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ ലോയി ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാ വർഷവും ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തിറക്കും. കഴിഞ്ഞ കുറേ കാലമായി അമേരിക്കയാണ് 1-ാം സ്ഥാനത്ത് തുടരുന്നത്, ചൈന 2-ാം സ്ഥാനത്തും. ഇത്തവണയും സൂപ്പർ പവറായിട്ട് അമേരിക്കയും ചൈനയും മാത്രമാണുള്ളത്. അതായത് ഇവരുടെ ഒരു കാറ്റഗറി അനുസരിച്ച് 70 പോയിന്റിന് മുകളിൽ നേടുന്ന രാജ്യങ്ങളാണ് സൂപ്പർ പവേഴ്സായിട്ട് മാറുന്നത്. 40 പോയിന്റ് മുകളിൽ നേടിക്കഴിഞ്ഞാൽ മേജർ പവറാകും. അങ്ങനെ 40 പോയിന്റ് മുകളിൽ നേടിയ ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്. അങ്ങനെ ഇന്ത്യ മേജർ പവറായിട്ട് മാറുന്നു. പിന്നീട് 40 പോയിന്റിൽ താഴെയുള്ള എല്ലാ രാജ്യങ്ങളെയും മിഡിൽ പവർ കൺട്രീസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ശത്രു രാജ്യം എന്നറിയപ്പെടുന്ന പാകിസ്ഥാനൊക്കെ ഈ മിഡിൽ പവറിലാണ് നിൽക്കുന്നത്. അതായത് നമ്മൾ 40 പോയിന്റ് നേടിയപ്പോൾ പാകിസ്ഥാൻ ഉള്ളത് 14 പോയിന്റ് മാത്രമാണ്. ഇതിനുള്ള കാരണം എന്താ? ശരിക്കും പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യൻ സേനയുടെ കരുത്ത് ലോകത്തിന് മുന്നിൽ നമ്മൾ കൃത്യമായിട്ട് പ്രകടിപ്പിച്ചു. നമ്മളുടെ ടാർഗറ്റ് 100% ലക്ഷ്യം കണ്ടു. അത്തരത്തിലുള്ള ഡിഫൻസ് മേഖലയിലെ നമ്മുടെ മുന്നേറ്റമാണ് രാജ്യത്തിൻ്റെ ഈ കുതിപ്പിനുള്ള എല്ലാ പ്രേരണയും നൽകിയത്, ശക്തിയും നൽകിയതും. സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റത്തിലൊക്കെ നമുക്ക് ചെറിയ വീഴ്ചകൾ വന്നു. പക്ഷേ ഈ ഡിഫൻസ് മേഖലയിൽ മിലിറ്ററി കേപ്പബിലിറ്റിയിലൊക്കെ തന്നെ ഇന്ത്യക്ക് വൻ കുതിപ്പാണ് ഉണ്ടായത്. നമുക്കറിയാം, ഇപ്പോൾ ഡിഫൻസ് നെറ്റ്വർക്കിൻ്റെ കാര്യത്തിൽ ലോകത്തിലെ മറ്റ് രാജ്യങ്ങളുമായിട്ടൊന്നും നമുക്ക് വലിയ ബന്ധങ്ങളില്ല എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു രാജ്യം നമ്മളെ ആക്രമിക്കുകയോ നമുക്കെതിരെ പ്രകോപനപരമായ നിലപാട് സ്വീകരിക്കുകയോ ചെയ്താൽ കൂടുതൽ രാജ്യങ്ങളൊന്നും വന്ന് നമ്മളെ സഹായിക്കാൻ ഓടി വരത്തില്ല. പക്ഷേ നമുക്ക് പിന്തുണയുമായിട്ട് പല രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ ഇസ്രായേൽ ആയിക്കോട്ടെ, റഷ്യ ആയിക്കോട്ടെ, വേണമെങ്കിൽ ചൈനയുടെ പിന്തുണ എന്നൊക്കെ നമുക്ക് പറയാം. അത്തരം സഹായങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പെട്ടെന്നൊരു പിന്തുണയുമായിട്ട് ഓടി വരുന്നില്ല. ഇവിടെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്തൊന്നും ആലോചിച്ച് നോക്കി, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വലിയൊരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു. ഈ സമയത്ത് പാകിസ്ഥാനെ സഹായിക്കാൻ എവിടെ നിന്നാണെന്ന് അറിയത്തില്ല തുർക്കി ഓടി വരുന്നു, പണം കൊടുക്കുന്നു, ആയുധങ്ങൾ കൊടുക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ അസർബൈജാൻ വരുന്നു, പിന്നീട് ചൈന ഡ്രോണുകൾ ഉൾപ്പെടെ നൽകുന്നു. അങ്ങനെ എല്ലാ സഹായവും ഇത്തരം രാജ്യങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ ഇന്ത്യക്ക് അത്തരം സഹായങ്ങൾ ചെയ്യാൻ ആരുമില്ല. ഇവിടെ റഷ്യ പോലും നമുക്ക് സഹായം ചെയ്യാം. പക്ഷേ അവരുടെ നിലവിലെ സ്ഥിതി എന്താ? ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ നിൽക്കുന്നു. മാത്രമല്ല നമ്മളുമായിട്ടുള്ള വിദേശ നയം അനുസരിച്ച് അങ്ങനെ ചാടിക്കേറി അവർ സഹായിക്കില്ല. ഇതിനപ്പുറത്തേക്ക് ഇന്ത്യ എടുക്കുന്ന നിലപാടുണ്ട്. ഏതെങ്കിലും രാജ്യം നമ്മളെ ആക്രമിക്കുകയോ നമ്മളെ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്താൽ അതിനെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുക, ഇതാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ഒരിക്കൽ ചൈന ഇന്ത്യക്കെതിരെ പ്രകോപനപരമായ നിലപാടുമായിട്ട് വന്നപ്പോൾ അന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപ്, ഇപ്പോഴല്ല ആദ്യ ടൈമിൽ, ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇടപെടാൻ കഴിയും, ഞങ്ങൾ ഇടപെട്ട് ആ രാജ്യത്തെ നിയന്ത്രിക്കണോ? അന്ന് മോദി പറഞ്ഞ മറുപടി ഐ വിൽ ഹാൻഡിൽ എന്നാണ്. ഞങ്ങൾക്ക് അല്ലെ എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അത്രയും ആത്മവിശ്വാസമുള്ള ഒരു രാജ്യമാണ് നമ്മളെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ലോയി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ പുറത്തിറക്കിയ ഇൻഡെക്സ് പ്രകാരം ഇന്ത്യ ഒരു മേജർ പവറായിട്ട് മാറുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യ മാത്രമേ ഉള്ളൂ ഒരു മേജർ പവർ എന്ന് പറയാം. പിന്നീട് തൊട്ടടുത്ത് നിൽക്കുന്ന രാജ്യം ജപ്പാനാണ്. ഇന്ത്യക്കാട്ട് ഏതാണ്ട് 9 പോയിന്റിന് താഴെയാണ്. ഈ രാജ്യം സത്യത്തിൽ മിഡിൽ പവറായിട്ട് മാറി. അപ്പോൾ 39 പോയിന്റോളം ഉണ്ടായിട്ടും മേജർ പവർ ആകാതെ മിഡിൽ പവർ ആകേണ്ടി വരുന്നു. ഇവിടെ പാകിസ്ഥാൻ്റെ കാര്യം ആലോചിച്ച് നോക്ക്. പാകിസ്ഥാന് 14 പോയിന്റേ ഉള്ളൂ. ഇതേ പാകിസ്ഥാനും മേജർ പവറാണ്. അപ്പോൾ 14 പോയിന്റുള്ള പാകിസ്ഥാനും 40 പോയിന്റുള്ള ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? അപ്പോൾ കാലങ്ങളായിട്ട് ഈ വ്യതിയാനം എല്ലാവർക്കും അറിയാം. അതായത് പാകിസ്ഥാനുമായിട്ട് ഇന്ത്യ യുദ്ധം നടത്തിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാനെ തല്ലി തകർത്ത് തരിപ്പണമാക്കിയ രാജ്യമാണ് ഇന്ത്യ. ഇത് ലോക രാജ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി. അങ്ങനെയാണ് ഈ പറയുന്ന മിലിറ്ററി കേപ്പബിലിറ്റിയിൽ നമുക്ക് വലിയ കുതിപ്പുണ്ടായത്. നിലവിൽ 48 പോയിന്റാണ് ഈ ലോയി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റാങ്കിങ്ങിൽ നമുക്കുള്ളത്. അപ്പോൾ ഇത് മാത്രമല്ല, ഈ സാമൂഹ്യപരമായ സാംസ്കാരികപരമായ സ്വാധീനം, ഒപ്പം മിലിറ്ററിയിലുള്ള നമ്മുടെ കേപ്പബിലിറ്റി, കൂടാതെ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ, അതുപോലെ തന്നെ എക്കണോമിക് കേപ്പബിലിറ്റി, ഡിപ്ലോമാറ്റിക് ഇൻഫ്ലുവൻസ്, ഭാവിയെ മുൻകൂട്ടി കണ്ടുള്ള റിസോഴ്സസ്, ഈ പ്രതിരോധശേഷി, ഡിഫൻസ് നെറ്റ്വർക്കും, ഇങ്ങനെ വിവിധ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ടാണ് ഇവർ റാങ്കിംഗ് പട്ടിക തയ്യാറാക്കുന്നത്. അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 40 പോയിന്റ് നേടിക്കൊണ്ട് ഇന്ത്യ ഒരു
ഒരു മേജർ പവറായി മാറിയിട്ടുള്ളത്. അപ്പോൾ പാകിസ്ഥാനെ നിഷ്പ്രയാസം കീഴടക്കാൻ കഴിയുന്ന അത്ര കരുത്ത് ഇന്ത്യക്കുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും ഇന്ത്യക്ക് മുൻഗണന ചെയ്ത് 5 കാര്യങ്ങളാണ്. അതായത് കൾച്ചറൽ ഇൻഫ്ലുവൻസ്, മിലിറ്ററി കേപ്പബിലിറ്റി, എക്കണോമിക് റിലേഷൻഷിപ്പ്, എക്കണോമിക് കേപ്പബിലിറ്റി, ഡിപ്ലോമാറ്റിക് ഇൻഫ്ലുവൻസ്. ഈ മേഖലയിൽ വലിയ കുതിച്ചുകയറ്റം നമ്മൾ നടത്തി. പ്രതിരോധ ശേഷിയിൽ 55.5 പോയിന്റ് നേടി 4ാം സ്ഥാനത്തേക്ക് നമ്മൾ എത്തി. ഇനി ഈ പറയുന്ന ഫ്യൂച്ചർ റിസോഴ്സിൻ്റെ കാര്യത്തിൽ 55.1 പോയിന്റ് നേടി 3ാം സ്ഥാനത്തേക്ക് എത്തി. അതുപോലെ തന്നെ മിലിറ്ററി കേപ്പബിലിറ്റി ഞാൻ നേരത്തെ പറഞ്ഞു 4ാം സ്ഥാനത്താണ് നമ്മൾ. എക്കണോമിക് കേപ്പബിലിറ്റിയിൽ 3ാം സ്ഥാനത്താണ്. ആകെ നമ്മളൊന്ന് പിന്നോട്ട് പോയത് എന്താണെന്ന് പറഞ്ഞാൽ ഈ എക്കണോമിക് റിലേഷൻഷിപ്പ് നിലനിർത്തുന്നതിലാണ്. കാരണം അമേരിക്ക നമ്മൾക്കെതിരെ ചില താരിഫ് നിബന്ധനകൾ, യുദ്ധങ്ങളൊക്കെ പ്രഖ്യാപിച്ചു. അതോടുകൂടി അമേരിക്കയിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുമുള്ള നമ്മുടെ കയറ്റുമതിയിൽ വലിയ തിരിച്ചടി ഉണ്ടായി. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ നമുക്ക് വീഴ്ച ഉണ്ടാവുകയും നമ്മുടെ പോയിന്റ് 19 കുറയുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ 9ാം സ്ഥാനത്തേക്ക് നമ്മൾ പിന്തള്ളപ്പെട്ടു. ഇനി രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ നമുക്ക് വലിയ കുതിപ്പുണ്ടായി. നമുക്ക് ഏതാണ്ട് 71 പോയിന്റോളം നേടാനായിട്ട് സാധിച്ചു. അപ്പോൾ ഒരു ആക്രമണം ഉണ്ടായാൽ, ഒരു ദുരിതമുണ്ടായാൽ, ഒരു സംഘർഷമുണ്ടായാൽ അതിനെ ഒറ്റയ്ക്ക് നേരിടാൻ കപ്പാസിറ്റിയുള്ള കര, വ്യോമ, നാവിക സേനകളാണ് നമുക്കുള്ളതെന്ന് നമ്മൾ ലോകത്തിന് മുന്നിൽ പ്രൂവ് ചെയ്തു. ഇപ്പോൾ പല മേഖലകളിലായിട്ട് നമ്മൾ ചില ഓപ്പറേഷൻസ്, അതായത് ഈ പറയുന്ന പരിശീലന പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. നമ്മൾ പുതുതായിട്ട് മിസൈലുകളൊക്കെ തന്നെ വിഭാവനം ചെയ്ത് പരീക്ഷണം നടത്തുന്നുണ്ട്. ഇതിനെയെല്ലാം തന്നെ മാനദണ്ഡമാക്കി വെച്ചിട്ടാണ് ഈ ലോയി ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന സംഘടന ഈ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കൾച്ചറൽ ഇൻഫ്ലുവൻസിലൂടെ 41.5 പോയിന്റ് നേടിക്കൊണ്ടാണ് നമ്മൾ ഒരു വലിയ മുന്നേറ്റം നടത്തിയതെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ രാജ്യത്തിൻ്റെ സൈനിക ശക്തി, ഡിഫൻസ് മേഖലയിലുള്ള നമ്മുടെ മുന്നേറ്റം, ഇതൊക്കെ തന്നെ വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാൻ സാധിച്ചുവെന്ന് ലോയി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവരുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇപ്പോൾ 80 പോയിന്റുള്ള അമേരിക്കയുടെ അത്രയും കിടപിടിക്കാൻ നമുക്ക് പറ്റില്ല, അല്ലെ 73 പോയിന്റുള്ള ചൈനയോട് കിടപിടിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ GDP എന്ന് പറയുന്നത് ഏതാണ്ട് 4.1 ട്രില്യൺ ആണ്. ചൈനയുടെ ഏതാണ്ട് 16 ട്രില്യൺ 18 ട്രില്യൺ വരും. അപ്പോൾ ഇന്ത്യയെക്കാട്ടിയും 3-4 മടങ്ങ് കൂടുതലുള്ള ചൈനയ്ക്കൊപ്പം എത്താൻ ഇനിയും കുറേ കാലം ഇന്ത്യക്ക് ശ്രമിക്കേണ്ടി വരും. പക്ഷേ ഇന്ത്യക്ക് സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പൊട്ടൻഷ്യൽ സൂപ്പർ പവറാണ്. അങ്ങനെ പൊട്ടൻഷ്യൽ സൂപ്പർ പവറായിട്ടുള്ള ഇന്ത്യക്ക് ക്രമേണ അവിടേക്ക് മുന്നേറാൻ സാധിക്കുമെന്നാണ് സിഡ്നി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ടിലുള്ളത്. മാത്രമല്ല ജപ്പാനെ പോലും മറികടന്ന് ഏഷ്യയിലെ വൻ ശക്തിയായിട്ട് മാറാൻ നമുക്ക് സാധിച്ചു. ഇപ്പോൾ സൗത്ത് കൊറിയയുടെ കാര്യത്തിലായിക്കോട്ടെ, സിംഗപ്പൂരിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ഇന്തോനേഷ്യയുടെ കാര്യത്തിലായിക്കോട്ടെ, എന്തിന് റഷ്യയെ പോലും പിന്തള്ളാൻ ഇന്ത്യക്ക് സാധിച്ചു എന്ന് പറയുന്നത് നമ്മുടെ മിലിറ്ററിയുടെ കരുത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ മുന്നേറിയാൽ നമ്മുടെ GDPയിൽ വലിയ വർധനവുണ്ടാകും. എന്ന് പറഞ്ഞാൽ ഒരു 12 ട്രില്യണോ 13 ട്രില്യണോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മേജർ പവറിൽ നിന്ന് സൂപ്പർ പവറായിട്ട് മാറാം. അതായത് 1ാം സ്ഥാനത്ത് നിൽക്കുന്ന അമേരിക്കയ്ക്കും 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ചൈനയ്ക്കുമൊപ്പം നമ്മളും ഒരു സൂപ്പർ പവറായി മാറുന്ന കാലം വിദൂരമല്ല എന്നാണ് സിഡ്നി ആസ്ഥാനമായി അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈ ലോയി ഇൻ്റർനാഷണൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു കണക്ക് കൂടിയാണ്. മാത്രമല്ല നിലവിൽ മുൻ വർഷത്തേക്കാൾ കുറവാണ് നമ്മുടെ ഈ പറയുന്ന ആഭ്യന്തരമായ ഇടപെടലും ബാഹ്യമായ ഇടപെടലിലൂടെയുള്ള നയതന്ത്ര ബന്ധം. അപ്പോൾ ഈ നയതന്ത്ര ബന്ധത്തിലൂടെയാണ് നമ്മളിപ്പോൾ ഈ പറയുന്ന റെയർ എർത്ത് നമ്മുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്നത്, ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നത്, ആയുധങ്ങൾ ഇങ്ങോട്ടേക്ക് വാങ്ങുന്നത്. ഇത്തരം ബന്ധങ്ങൾ വളരെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ മോദിക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒറ്റയടിക്ക് ഈ പറയുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായ ചിലിയിലേക്ക്, ബ്രസീലിലേക്ക്, ട്രിനിഡാഡ് ആൻഡ് ടുബാഗോ, നമീബിയ, ഘാന തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ സന്ദർശിക്കാൻ സാധിച്ചത്. ഇതൊരു വലിയ മാറ്റത്തിനാണ് തുടക്കം കുറിച്ചത്. അതുകൊണ്ട് തന്നെ ഈ മേജർ പവറിൽ നിന്ന് സൂപ്പർ പവറിലേക്ക് ഇന്ത്യ മാറുന്ന കാലം വിദൂരമല്ല.